അപ്പം നമുക്ക് ഇന്നലെ കണവത്തോരൻ വെക്കാം കേട്ടോ. കണവയെന്ന് പറയുമ്പോൾ ചില സൈഡിലൊക്കെ കൂന്തൽ എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് ഫസ്റ്റ് ടൈം. എൻ്റെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പം അവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എനിക്കൊരു ചെറിയ കുഞ്ഞു പൊടിമീൻ കിട്ടി കേട്ടോ. അപ്പോൾ കൂന്തൽ എന്ന് പറയും. ഇവിടെ കണവ, ഇവിടെ പൊൻകുന്നം, കോട്ടയം പൊൻകുന്നത്ത് കണവയെന്നായിരിക്കും പറയുന്നത്. കൂന്തൽ എന്നാണ് പക്ഷെ കടക്കാർ പറയുന്നത്, എനിക്കറിയില്ല. ഞാൻ കണവയെന്നേ പറയുള്ളൂ. അപ്പം ഞാനതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അവർ ചോദിച്ചായിരുന്നു ക്ലീൻ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം കണവയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്താൽ എനിക്കൊരു തൃപ്തി കിട്ടുള്ളൂ. കാരണം ഇതിൽ മഷി പൊട്ടരുതെന്നാണ് പറയുന്നത്. അവരവിടുന്ന് തന്നപ്പം മഷി പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലപോലെ എടുക്കും. കണ്ടോ, ഇത് അതിൻ്റെ മഷി, കറുത്ത മഷി. ഇത് പൊട്ടരുതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അതെല്ലാം അതിനകത്തുനിന്നെല്ലാം വയറെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തു. എന്നിട്ട് വേണ്ട ഞാനത് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഗരം മസാലപ്പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് കുറച്ച് ചുവന്നുള്ളി അല്ല സവോള നമുക്ക് കൊത്തിയരിഞ്ഞ് വെക്കണം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അല്ലാതെയും വേണം. കുറച്ച് തേങ്ങ, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം എല്ലാം കൂടെ ഇട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ കണവ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. വെന്തിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി ഇരിക്കട്ടെ, കുറച്ചുകൂടി ഇരുന്നൊന്ന് വേകട്ടെ. ഇത്രയും വെള്ളം മതി കേട്ടോ. അപ്പോൾ ആ തേങ്ങയും ബാക്കി പൊടി ഐറ്റംസ് എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഒതുക്കി മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ജസ്റ്റ് ഒന്ന് കപ്പയ്ക്ക് ഒതുക്കുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ കണക്ക് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് അതും അങ്ങനെ ഇട്ട് ഞാൻ ഒന്ന് ഒതുക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതേണ്ട കണവ ഏകദേശം പരുവായി. അപ്പം ഞാനിതൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചീനിച്ചട്ടി വെച്ച് അതിനകത്തോട്ട് കടുക് പൊട്ടിക്കാനിടാം. കടുക് പൊട്ടിക്കാനിടുന്നുണ്ട്. കടുകെല്ലാം ചറവറാന്ന് പൊട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കാം. ചേർത്തിട്ട് അത് നമുക്ക് നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നല്ലപോലെ അതും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ചേർക്കുന്ന കറിവേപ്പില നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ കിട്ടും. അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഞാൻ എന്തായാലും വീഡിയോയ്ക്ക് ഞാൻ ഇച്ചിരി സ്പീഡ് ഇട്ട് വെക്കാം, അല്ല ഇപ്പോഴൊന്നും ഈ വീഡിയോ തീരത്തില്ല. അതുകൊണ്ട് ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നല്ലപോലെ മാറണം. സ്പീഡ് കൂട്ടിയിട്ട കേട്ടോ, അല്ല പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുകയല്ലേ. വെറുതെ എന്തിനാ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ബോറടിക്കുന്നത്. അപ്പം ഇതേണ്ട ഞാൻ ആ ചുവന്നുള്ളി കൊത്തിരിഞ്ഞ് വെച്ചത് അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം മതി കേട്ടോ, ഒരെണ്ണം വേണമെന്നില്ല. അത്യാവശ്യം ചെറിയ ഒരെണ്ണം മതി. അത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ആ സവോളയുടെ ഒരു ചുവന്നുള്ളിയല്ല കേട്ടോ, സവോളയായിരുന്നു. സവോളയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ. മാറി വരുമ്പോഴത്തേക്കിനും നമുക്ക് മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ മിക്സിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. അപ്പോൾ അത് ഏകദേശം വാടി വന്നപ്പോൾ ഞാൻ തീയൊന്ന് കുറച്ചിട്ട് ആ തേങ്ങ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് അരച്ച് വെച്ച് തേങ്ങ ഇതിലോട്ട് ഇടുന്നുണ്ട് ഫുള്ളായിട്ട്. കണ്ടോ, ഒട്ടും വെള്ളമില്ല. അതുപോലെ ഞാൻ അങ്ങനെ തന്നെ ഇട്ട് അത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ മിക്സിയിൽ. അപ്പോൾ അതും നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. നല്ലപോലെ ഇട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം ചെയ്യേണ്ട ഞാനതെല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം കണവ വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടായിരുന്നു. പക്ഷേ അരപ്പിനൊരിച്ചിരി ഉപ്പ് വേണം. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിടുക, ഉപ്പൊന്നും കൂട്ടിയിടരുത്. എല്ലാം വേണ്ടേ. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ആ പച്ചമണം മാറി വന്ന ടൈമിൽ ഞാൻ കണവ എടുത്തിട്ട് കൊടുക്കും. കണവയുടെ വെള്ളം കണ്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ കണവ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഈ വെള്ളം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് അത്രയും വെള്ളമേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ്ടേ. അപ്പം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി ഒരുക്കി വെക്കാം, മൂടി വെക്കാം കേട്ടോ. അപ്പം മൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും പാത്രമുണ്ട്, അതെല്ലാം ഒന്ന് കഴുകി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പം നമ്മുടെ കണവയുടെ പരുവം എന്തായെന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി വരുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വറ്റിച്ചെടുക്കാം. തീ കൂട്ടി വെക്കരുതേ, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അതുകൊണ്ട് അതെല്ലാം നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. വെള്ളം വറ്റുന്നിടം വരെ ഇച്ചിരി എന്നുവെച്ചാൽ മീഡിയം ഇട്ടാൽ മതി. മീഡിയം പിന്നെ സ്മോൾ ഫ്ലെയിമിലിട്ട് എല്ലാം നല്ലപോലെ യോജിപ്പിച്ച് മിക്സ് ചെയ്ത് അതിലെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റിച്ചെടുക്കണം. കണ്ടോ, നല്ലപോലെ വറ്റണം. ഇതിനി വറ്റി ആ തോരൻ പരുവാകണം. അപ്പം ഞാൻ അടുക്കളയെല്ലാം ബാക്കി പാത്രമെല്ലാം ഒന്ന് കഴുകിയെല്ലാം ക്ലീൻ ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ കണവത്തോരൻ. കണ്ടോ, കൊതി വിട്ടിട്ട് കാര്യമില്ല. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നാണേലും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബൈ.